إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله യാതൊരു അപകടമോ ദുരന്തങ്ങളോ ഇല്ലാതെയാണ് ഈ വർഷം വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾ ഇതുവരെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ദുൽഹിജ്ജ 13 വരെ ഇനിയും ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കപ്പെടാനുണ്ട്. വളരെ സുരക്ഷിതമായി ഹജ്ജ് കർമ്മങ്ങളിൽ മുഴുകാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ തൗഹീദിന്റെ രാജ്യത്തിന് നേതൃത്വം നൽകുന്ന ഭരണാധികാരികൾക്കും അവിടുത്തെ പണ്ഡിതന്മാർക്കും ഇമാമുമാർക്കും നിയമപാലകർക്കുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തക്ക പ്രതിഫലം നൽകി അവരെ സഹായിക്കുമാറാവട്ടെ. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫയിൽ നിലകൊള്ളൽ എന്ന് നമുക്കറിയാം. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നാൽ അറഫയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. അതുകൊണ്ടുതന്നെ അറഫയിൽ കഴിഞ്ഞുകൂടിയവർക്കും ലോകത്തുള്ള മറ്റു വിശ്വാസികൾക്കും അറഫയിൽ നിന്ന് പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ പഠിക്കാനും പകർത്താനുമുണ്ട്. ഹിജ്റ 10-ാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ് നിർവഹിച്ചത്. തന്റെ കൂടെ ഹജ്ജ് നിർവഹിക്കാൻ ഒരുങ്ങിയ അനുചരന്മാർക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു, യാ അയ്യുഹന്നാസ് ഖുദൂ അന്നി മനാസിക്കക്കും, അല്ലയോ സഹോദരങ്ങളെ, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജ് കർമ്മങ്ങൾ സ്വീകരിക്കണം. പിന്നീട് റസൂലുള്ള പറഞ്ഞു, ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ, ഒരുപക്ഷേ അടുത്ത വർഷം ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്ന്. അടുത്ത വർഷമായപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞ് വഫാത്തായിട്ടുണ്ട്. ഒരു വിശ്വാസി മുഴുകുന്ന ഏത് ഇബാദത്തിലും കർമ്മങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യണം എന്നതാണ് ഖുദൂ അന്നി മനാസിക്കക്കും എന്ന ഉപദേശത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്, വആതാകുമുർ റസൂലു ഫഖുദൂഹു, റസൂൽ എന്താണ് നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം. ദീൻ എന്നത്
വഹയിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതാണ്. ആ ദീൻ മറ്റൊരാൾ നമുക്ക് പറഞ്ഞു തരാനില്ല എന്ന പാഠം ഇതിലുണ്ട്. അറഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സമ്മേളിച്ച അനുചരന്മാർക്ക് ആ അറഫയിൽ വെച്ച് അവതരിച്ച ഒരു വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച തന്റെ ഏറ്റവും അവസാനത്തെ പ്രസംഗത്തിൽ കേൾപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അത് സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനമായിരുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാമിക ശരീഅത്ത് എന്നേക്കുമായി സമ്പൂർണമായിരിക്കുന്നു എന്നറിയിക്കുന്നതാണ് ഈ വചനം. ഇന്നേ ദിവസം ഞാനിതാ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തരികയും നിങ്ങൾക്ക് എന്റെ അനുഗ്രഹമായ ദീനിനെ സമ്പൂർണമാക്കി തരികയും ഇസ്ലാം എന്ന ആദർശത്തെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ വചനം. ഈ വചനത്തെക്കുറിച്ച് ഒരിക്കലൊരു ജൂതൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് കാണാം. യാ അമീറൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹാ ലൗ അലൈനാ മഅശറൽ യഹൂദി നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദ. അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു വചനമുണ്ടല്ലോ, അത് ജൂതന്മാരായ ഞങ്ങൾക്കാണ് അവതരിച്ചിരുന്നതെങ്കിൽ ആ വചനം അവതരിച്ച ദിവസം ഒരു ആഘോഷ ദിനമാക്കി ഞങ്ങൾ ആചരിക്കുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി നൽകി. ആ വചനം ഇറങ്ങിയ സ്ഥലവും ദിവസവും ഞങ്ങൾക്കറിയാം. അതൊരു ദുൽഹിജ്ജ 9 ഒരു വെള്ളിയാഴ്ച, ഞങ്ങളുടെ ആഘോഷ ദിനമായ വെള്ളിയാഴ്ചയുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇവിടെ ജൂതൻ പോലും സമ്മതിച്ച ഒരു കാര്യം ദീനിന്റെ സമ്പൂർണതയാണ്. അതുകൊണ്ടുതന്നെ ദീന് സമ്പൂർണമായതിലാണ് ഒരു വിശ്വാസി സന്തോഷിക്കേണ്ടത്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പാമരന്മാരായ മുസ്ലിങ്ങളൊക്കെ ആരെങ്കിലും ഒരു പുത്തനാചാരം കൊണ്ടുവന്നാൽ അതിലാണ് സന്തോഷിക്കുന്നത്. ഒരു സുന്നത്ത് പഠിപ്പിച്ചാൽ, ഒരു സുന്നത്ത് കേട്ടാൽ, ഒരു ഹദീസ് കേട്ടാൽ സന്തോഷിക്കുന്നതിനു പകരം സുന്നത്തിനെതിരായ ബിദ്അത്തുകൾ കേട്ടാൽ സന്തോഷിക്കുക മാത്രമല്ല, എത്ര ത്യാഗം ചെയ്തും ആ ബിദ്അത്തുകൾ കൊണ്ടുവരാനുള്ള, അത് നിർവഹിക്കാനുള്ള താൽപര്യമാണ് പലപ്പോഴും കാണാറുള്ളത്. യഥാർത്ഥത്തിൽ സുന്നത്തിനെ സ്നേഹിക്കുന്ന വിശ്വാസിയുടെ മാർഗം, സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ അത് നിർവഹിക്കാൻ നമ്മുടെ മനസ്സ് ആഹ്ലാദിക്കണം. ഒരു സുന്നത്തറിഞ്ഞാൽ ആ സുന്നത്തിനെ നമ്മൾ ഇഷ്ടപ്പെടണം. അതാണ് വിശ്വാസിയുടെ മാർഗം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അറഫയിൽ നിന്നുള്ള മറ്റൊരു പാഠം ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളെ ധാരാളമായി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസമില്ല എന്നാണ്. ഇത് അറഫയിൽ സംഗമിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നതല്ല. ആ അറഫയിൽ സംഗമിക്കുന്ന ദിവസം ലോകത്തുള്ള കഴിഞ്ഞുകൂടുന്ന വിശ്വാസികൾക്കും നരകമോചനം സാധ്യമാകും. കാരണം അവർ വ്രതമനുഷ്ഠിച്ചും പ്രാർത്ഥനകളിലും ദിക്റുകളിലും സ്വലാത്തുകളിലും ഒഴുകി റബ്ബിന്റെ കലാമിന്റെ പാരായണം ധാരാളമായി നിർവഹിച്ചാണ് ആ ദിവസം കഴിഞ്ഞുകൂടുക. അതുകൊണ്ടുതന്നെ അല്ലാഹു നരകമോചനം അവൻ ഉദ്ദേശിക്കുന്ന അടിമകൾക്കൊക്കെ നൽകും എന്നാണ് ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടത്. അങ്ങനെ അല്ലാഹു നരകമോചനം ഇതുവരെ നൽകിയവരിൽ നാം പെട്ടിട്ടുണ്ടാകുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇനിയും നരകമോചനത്തിനായുള്ള തീവ്രമായ പരിശ്രമങ്ങൾ
നമ്മിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. ഇബാദുർ റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ പരമകാരുണ്യകന്റെ അടിമകൾ പ്രാർത്ഥിക്കണം എന്ന നിലക്ക് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണല്ലോ വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ. അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ ഇബാദുർ റഹ്മാൻ ദുആ ചെയ്യും. അവർ പതിവായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് കാണും. റബ്ബേ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് അകറ്റേണമേ. ആ നരകശിക്ഷ ഞങ്ങളെ ബാധിക്കുന്ന പക്ഷം അത് വിട്ടൊഴിയാത്തതാണ്. ആ നരകത്താവളം ഏറ്റവും ദുഷിച്ച താവളമാണല്ലോ എന്നാണ് ആ പ്രാർത്ഥനയിലൂടെ നാം റബ്ബിനോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നരകമോചനത്തിനു വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് ഉയരണം. അതോടൊപ്പം നരകമോചനത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകാനും നാം ശ്രദ്ധിക്കണം. നരകം നിഷിദ്ധമായവരും നരകത്തെ തടുക്കുന്ന പ്രവർത്തനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഏതാനും ഹദീസുകൾ മാത്രം കേൾപ്പിക്കുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മാ മിൻ അഹദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി ഹറമഹുല്ലാഹു അലന്നാർ. ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ആ സാക്ഷ്യവചനത്തിന് ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായ നിലക്ക് അതിന് സാക്ഷ്യം വഹിക്കുന്നത് അള്ളാഹു അവനെ നരകത്തെ തൊട്ട് നിഷിദ്ധമാക്കുമെന്നാണ്. മറ്റൊരു ഹദീസിൽ ഇന്നല്ലാഹ ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. ആരാണ് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജീവിതത്തിൽ പ്രഖ്യാപിക്കുന്നത് അള്ളാഹു അവർക്ക് നരകത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന്. 5 നേരത്തെ നമസ്കാരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ് നാം. ഏത് തിക്കിലും തിരക്കിലും പെട്ട ഓട്ടത്തിനിടയിലും നമസ്കാരത്തിന് സമയമായാൽ അത് നിർവഹിച്ചു വേണം നമ്മുടെ ഭൗതിക കാര്യങ്ങളിൽ നാം ഒഴുകേണ്ടത്. അപ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ സഹായവും അവന്റെ ഭാഗത്തു നിന്നുള്ള ബറക്കത്തും അനുഗ്രഹങ്ങളും നമ്മൾ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ഇറങ്ങുകയുള്ളൂ എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. ആ നമസ്കാരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള അലസ് സ്വലവാത്തിൽ ഖംസ്. ആരാണ് 5 നേരത്തെ നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നത്, അല വുളുഇഹ, അതിലെ കൃത്യമായ വുളുവെടുത്തുകൊണ്ട്, വമവാഖീതിഹ, അതിലെ സമയം പാലിച്ചുകൊണ്ട്, വറുകൂഇഹ വസുജൂദിഹ, ആ നമസ്കാരങ്ങളിലെ റുകൂഉം സുജൂദും അടക്കത്തോടെ നിർവഹിച്ചുകൊണ്ട് ആരാണ് കാത്തു സൂക്ഷിക്കുന്നത്, യറാഹ ഹഖ്ഖൻ ലില്ലാഹി അലൈഹി, ആ 5 നേരത്തെ നമസ്കാരത്തെക്കുറിച്ച് അവൻ നോക്കിക്കാണുന്നത് ഇത് അള്ളാഹുവിനോടുള്ള എന്റെ ബാധ്യതയാണ് എന്ന നിലക്കാണ്. അങ്ങനെയാണ് ആരെങ്കിലും നമസ്കാരം കാത്ത് സംരക്ഷിക്കുന്നതെങ്കിൽ ഹുജ്ജിമ അലന്നാർ, അള്ളാഹു അവനെ നരകത്തിന് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. മറ്റൊരു കാര്യം റസൂലുള്ള പറഞ്ഞത്, മൻ ഹാഫള അലാ 4 റക്അാത്തിൻ ഖബല അൽ-ളുഹ്രി വ 4 ബഅദഹ, ളുഹ്റിന് മുമ്പ് 4 റക്അത്ത്, ഈ രണ്ടായി 4 റക്അത്തും 4 റക്അത്ത് ഈ രണ്ടായി ശേഷവും ആരാണ് ഹിഫ്ള് ചെയ്യുന്നത്, കാത്തു സൂക്ഷിക്കുന്നത്, ഹറമഹുല്ലാഹു അലന്നാർ, അള്ളാഹു അവനെ നരകത്തെ തൊട്ട് തടുക്കും, നിഷിദ്ധമാക്കുമെന്നാണ്. മറ്റൊരു ഹദീസ് കൂടി, അലാ ഉഖ്ബിറുക്കും, റസൂലുള്ള ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ബിമൻ യഹ്റുമു അലന്നാർ, ആർക്കാണ് നരകം നിഷിദ്ധമാകുക എന്ന്. അലാ കുല്ലി ഖരീബിൻ ഹയ്യിനിൻ സഹ്ലിൻ, ഏതൊരു മനുഷ്യനോടും അടുത്തിടപഴകുന്ന, സൽസ്വഭാവത്തോടെ ഇടപഴകുന്ന സത്യവിശ്വാസിക്ക്, ഹയ്യിനിൻ സഹ്ലിൻ, ലോലമായ പെരുമാറ്റം, തന്റെ ഒരു വാക്കുകൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാത്തവൻ, തന്റെ ഒരു ഇടപെടൽ കൊണ്ട്, തന്റെ ഒരു പെരുമാറ്റം കൊണ്ട് മറ്റൊരാളെ അപമാനിക്കാതെ
അവനെ വേദനിപ്പിക്കാതെ പരമാവധി സൽ സ്വഭാവവുമായി ആരാണ് ജീവിക്കുന്നത് അവർക്ക് നരകം നിഷിദ്ധമാകുമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ ഹദീസിലൊക്കെ നരകത്തിൽ കടക്കുകയില്ല, അവന് നരകമില്ല എന്ന് പറയുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച പ്രയോഗം അല്ലെങ്കിൽ വഹയിലെ പ്രയോഗം ഹറമഹുല്ലാഹു അലന്നാർ എന്നാണ്. ഈ ഗുണങ്ങളൊക്കെ ആർക്കുണ്ടോ അവർക്ക് നരകം നിഷിദ്ധമാണ് എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണും, സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ, ലാ തറ അയ്യുനുഹും അന്നാർ, അവരുടെ കണ്ണുകൾ നരകം കാണുകയില്ല എന്നാണ്. ആ 3 കണ്ണുകൾ ആരുടേതാണ്? ഒന്ന് ഹറസത്ത് ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിൽ കാവൽ നിന്ന കണ്ണുകൾ. ബക്കത്ത് മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ കണ്ണുകൾ. വല്ലത്ത് അൻ മഹാരിമില്ല, നിഷിദ്ധമായ കാര്യങ്ങളെ കാണേണ്ടി വന്നപ്പോൾ കണ്ണുകളെ തടുത്തു, കണ്ണു ചിമ്മിയവർ. അത്തരം കണ്ണുകൾ നരകം കാണുക പോലുമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐഹിക ജീവിതത്തിൽ സ്വർഗം നേടിയെടുക്കാനും നരകമോചനത്തിനു വേണ്ടി പരിശ്രമിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ അറഫയിൽ സമ്മേളിച്ചവർക്ക് അവരെ നോക്കിക്കൊണ്ട് അള്ളാഹു നരകമോചനം ലോകത്തുള്ള വിശ്വാസികൾക്ക് നൽകിയെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നരകത്തെ തടുക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അറഫയിൽ നിന്നുള്ള മറ്റൊരു പാഠവും കൂടി ഉണർത്തുകയാണ്. ഒരു വിശ്വാസിക്ക് നൽകേണ്ട സ്ഥാനമാണ്, ഒരു മുഅ്മിന് നൽകേണ്ട മഹത്വമാണ്. ആ മുഅ്മിനുള്ള മഹത്വം വേറെ ഒന്നിനുമില്ല എന്നതാണ്. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതൂഫു ബിൽ കഅബതി വയഖൂൽ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഅബ തവാഫ് ചെയ്യുന്നത് കണ്ടു. എന്നിട്ടിങ്ങനെ പറയുന്നു റസൂലുള്ള, ആ കഅബയിലേക്ക് നോക്കി റസൂലുള്ള പറയുന്നു, മാ അത്വയബകി വ അത്വയബ റീഹകി മാ അഅ്ലമകി വ അഅ്ലമ ഹുർമതകി. കഅബ, ആ കഅബയെ നോക്കിക്കൊണ്ട് റസൂലുള്ള പറയുന്നു, നീ എത്ര വിശുദ്ധമാണ്, നിന്റെ സുഗന്ധം എത്ര വിശുദ്ധമാണ്, നിനക്കെത്ര മഹത്വമാണുള്ളത്, നിന്റെ മഹത്വം എത്ര പവിത്രമായതാണ്. ഇത് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പറഞ്ഞത്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദ് നബിയുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹു തന്നെ സത്യം, ലഹുർമത്തുൽ മുഅ്മിനി, ഒരു വിശ്വാസിക്കുള്ള മഹത്വം അഅ്ലമു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലുതാണ്, ഹുർമത്തം മിൻക, ഈ വിശുദ്ധ കഅബയേക്കാൾ, ദമിഹി വ മാലിഹി, അവന്റെ സ്വത്തിനും അവന്റെ രക്തത്തിനും ആ മഹത്വമുണ്ട്. വ അൻ തളുന്ന ബിഹി ഇല്ലാ ഖൈറ, ആ വിശ്വാസിയെക്കുറിച്ച് നന്മ മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് വിശ്വാസി സമൂഹം ഈ ഒരു പവിത്രമായ ബന്ധം തകരാതെ കാത്തുസൂക്ഷിക്കാൻ, ഒരാളെയും വേദനിപ്പിക്കാതിരിക്കുക, പരമാവധി മറ്റുള്ളവർക്ക് എങ്ങനെയൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയുമോ ആ സൗകര്യങ്ങളൊക്കെ ചെയ്ത് സൽ സ്വഭാവിയായി ജീവിക്കുക. ഇതാണ് റബ്ബിന്റെ തൃപ്തി നേടാനും അവന്റെ സാമീപ്യം നേടി നരകമോചനം കരസ്ഥമാക്കാനും സ്വർഗം നേടിയെടുക്കാനുമുള്ള വഴി എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. നാളെ ഈ മസ്ജിദിൽ ബലിപെരുന്നാൾ നമസ്കാരമുണ്ട്. നമ്മുടെ സാഹചര്യം ഒരുപക്ഷെ മഴ പെയ്തേക്കുമോ എന്നതുകൊണ്ട് ഈദ്ഗാഹ് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ മസ്ജിദിൽ ബലിപെരുന്നാൾ നമസ്കാരത്തിന് വരുന്നവർ 7 മണിക്ക് മുമ്പായി എത്തണം. കൃത്യം 7 മണിക്ക് ഇവിടെ ബലി നമസ്കാരം നിർവഹിക്കും ഇൻഷാ അല്ലാഹ്. പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഒന്ന്, പെരുന്നാൾ നമസ്കാരത്തിനായുള്ള നിയ്യത്തോടെ കുളിക്കുക എന്നതാണ്. ജുമുഅക്ക് വേണ്ടി നമ്മൾ കുളിക്കുമ്പോൾ ജുമുഅയുടെ കുളി എന്ന നിയ്യത്തുണ്ടാവണം. അതുപോലെ ഓരോ കുളിക്കും നിയ്യത്തുണ്ട്. ആ ഇന്ന കുളിയാണ് എന്ന ബോധ്യത്തോടെ
ഏത് കുളിക്കും നമ്മൾ ആദ്യം നിർവഹിക്കേണ്ടത് വുളു എടുക്കലാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് എപ്പോൾ കുളിക്കുമ്പോഴും വുളുവെടുത്ത് കുളിക്കുക. ആ വുളു മുറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഏത് നമസ്കാരമാണോ നിർവഹിക്കാനുള്ളത് ആ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യാം. സാധാരണ ആളുകൾ ഹജ്ജിനും ഉംറക്കും ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിക്കണം. ആ കുളിയെക്കുറിച്ച് മാത്രമേ ചോദിക്കാറുള്ളൂ. അതെങ്ങനെയാണ്? എല്ലാ കുളിയും ഒരുപോലെ തന്നെയാണ്. ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, ശേഷം നമസ്കാരത്തിന് വുളുവെടുക്കും പോലെ വുളുവെടുക്കുക, എന്നിട്ട് ഏതിനു വേണ്ടിയാണോ കുളിക്കുന്നത് ആ നിയ്യത്തോടെ ശരീരത്തിലേക്ക് വെള്ളമൊഴിച്ച് കുളിക്കുക. അപ്പോൾ നാളെ അത് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, നമസ്കാര സ്ഥലത്തേക്ക്, പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് നടന്നു വരുന്നതിന് പുണ്യമുണ്ട്. ഇനി വാഹനത്തിൽ വരുന്നവരും കുറച്ചകലെ വാഹനം നിർത്തി ഒരു നിയ്യത്തോടെ ഈദ് നമസ്കാരത്തിലേക്ക് നടന്നു വരാൻ സാധിച്ചാൽ ആ ഒരു സുന്നത്ത് ജീവിപ്പിച്ച കൂലി കിട്ടും. ആ നടത്തത്തിൽ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടാവുക നമ്മൾ നമസ്കാരത്തിന് വരുന്നത്. നാളത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ നടത്തുന്ന അറവാണ്, ബലിമൃഗം. ആ ബലിമൃഗത്തിന് സാക്ഷിയാകുക എന്നത് സുന്നത്തുണ്ട്. അറവിൽ പങ്കുചേർന്നവർ, അറക്കുന്നവർ. സ്വന്തമായി അറുക്കാൻ കഴിഞ്ഞാൽ അത് സുന്നത്തുണ്ട്. അറുക്കുന്നവർ ഏറ്റവും ചുരുങ്ങിയത് ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അറവ് നടത്തുക. അല്ലാതെ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്നല്ല. നമ്മൾ അനുവദിച്ച മൃഗത്തെ അറുക്കുമ്പോൾ ചൊല്ലേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ. നമ്മളൊരു കോഴിയെ അറുക്കുകയാണെങ്കിലും ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അറുക്കുക. അതിന്റെ കൂടെ റസൂലുള്ള ബലി അറുത്തപ്പോ ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ശേഷം അല്ലാഹുമ്മ ഇന്ന ഹാദാ മിൻക വലക അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി എന്ന് ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹുവേ, ഈ അറവ് നടത്താൻ നിന്നിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചതാണ്, ഈ അറവ് നിനക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് അല്ലാഹുവേ ഈ അറവ് സ്വീകരിക്കണേ എന്ന് കൂടി റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ പറഞ്ഞ് അറവ് നടത്താൻ പറ്റുമോ? അത് പൂർണ്ണമായ ഒരു സുന്നത്താണ്. ബലിയറുത്ത ആ മൃഗത്തിന്റെ മാംസം ഭക്ഷിക്കുക എന്നത് സുന്നത്താണ്. വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത് ഫകുലു മിൻഹാ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ ഫകുലു മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. ആ ബലിമൃഗത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക, പാവപ്പെട്ടവരെ അത് തീറ്റിക്കുക, ആവശ്യപ്പെട്ട് വരുന്നവർക്കും അത് നൽകുക. ആ ബലിമാംസം ആർക്കും കൊടുക്കാം. അത് തിന്നും എന്നുണ്ടെങ്കിൽ അത് ചോദിച്ചു വന്ന, അല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ് അദ്ദേഹം അത് കഴിക്കും, അവർക്ക് കൊടുക്കാം. സാധാരണ ഈ സമയത്താണ് അവർക്ക് കൊടുക്കാൻ പറ്റോ ഇവർക്ക് കൊടുക്കാൻ പറ്റോ. നമ്മൾ അറക്കുന്ന ഏത് മൃഗത്തിന്റെ മാംസവും മനുഷ്യരായ ആർക്കും കൊടുക്കാം. അവർക്കത് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക, അതിനൊരു വിരോധമില്ല. അതുകൊണ്ട് നമ്മളതിൽ നിന്ന് തിന്നുക, മറ്റുള്ളവർക്കത് ഭക്ഷിക്കാൻ കൊടുക്കുക. പരമാവധി ഈ സുന്നത്തുകളൊക്കെ പാലിച്ചു തന്നെ ഈദുൽ അൽഹ ബലിപെരുന്നാൾ ആഘോഷിക്കാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അവന്റെ സാമീപ്യം നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നരകമോചനം സാധിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി സഹായിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعتقنا من النار، اللهم اعتقنا من النار، اللهم اعتقنا من النار. اللهم ادخلنا في جناتك النعيم، اللهم ادخلنا في جناتك الفردوس يا ارحم الراحمين. اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.